أشرق البدر علينا فاختفت منه البدور مثل حسنك ما رأينا قط يا وجه السرور يا نبي أنت شمس أنت بدر أنت نور فوق نوري أنت إكسير وغالي أنت مصباح الصدور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. ഉറക്ക് അശ്രദ്ധ പോയ ആളുകൾക്കൊക്കെ അവിടെ ഇരിക്കാവുന്നതാണ്. അതുകൊണ്ടിങ്ങനെ 1 മണിക്കൂറൊക്കെ ഇരിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കണം. ഞങ്ങൾ വരുമ്പോൾ തന്നെ എന്നോട് കുറെ ആൾക്കാർ ഭീഷണിപ്പെടും, ഇവിടെ കാടാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നോട് സമോട് ചോദിച്ച് അല്ല വാങ്ങ് കേൾക്കാൻ വേണ്ടിയിട്ട് കാട്ടുന്നാരും വരുന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ ആ പേടിയൊന്നും വേണ്ടത്. അപ്പൊ കുഞ്ഞാൻ വേറെ പുസ്തകം പറയുന്നത് ഇവരെ പേടിപ്പിക്കേണ്ട, പെട്ടെന്ന് വാങ്ങ് നിർത്തി പോകുന്നു. അള്ളാഹുവേ എല്ലാ അങ്ങനെയുള്ള ശ്രദ്ധകളിൽ നിന്നും നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കൃഷിയിടങ്ങളെ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കളെ, ചെറിയ മക്കളെ നീ പ്രത്യേകമായിട്ട് കാത്തു രക്ഷിക്കണേ റഹ്മാനെ. നിങ്ങളുടെ അടുക്കലൂടെ നേരത്തെ വന്ന സഹോദരനോ അല്ലെങ്കിൽ വേറെയാളോ ആ ബക്കറ്റുമായിട്ട് നമ്മൾ വരുന്നുണ്ട്. ആ ബക്കറ്റ് വരുന്ന സമയത്ത് ഇന്നും നാളെയാണ് ബക്കറ്റ് ഉണ്ടാവുക. അതൊരു തമാശയായിട്ട് 5ഓ 10ഓ ഇടാനുള്ള ഒന്നായിട്ട് കാണുക. നല്ലൊരു സ്വതക്ക നിങ്ങളെന്നെ വരുന്നത് വരും. ഞാൻ നേരത്തെ ആ വാഴവിന്റെ ഇടയിൽ കൂടെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പറയാനൊന്നും കഴിയില്ല, ആ ഒഴുക്കിൽ അങ്ങനെ നെക്സ്റ്റ്. അപ്പൊ നല്ലൊരു സ്വതക്ക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വരും. അപ്പൊ നല്ലൊരു സ്വതക്ക സഹോദരിമാരൊക്കെ കാര്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നാളെ വരുമ്പോ, നാളെ കഴിഞ്ഞാൽ പിന്നെ മറ്റന്നാൾ വാഴയില്ല. അപ്പൊ ഇന്നതൊരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. നാളെ വരുന്ന സമയത്ത് ഇതിനേക്കാളും നല്ലൊരു സ്വതക്ക ഒന്നും കൊടുത്തതിന്റെ ഞാൻ വളരെ സൈതവ്യാക്കിയാണ് നിങ്ങൾ എടുത്തിട്ട് വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് നല്ലൊരു സ്വതക്ക, അദ്ദേഹത്തിനാണ് അദ്ദേഹം കൊണ്ടുവരുന്ന ആ ബക്കറ്റിൽ നല്ലൊരു സ്വതക്ക. അല്ലെങ്കിൽ കേസ് തപ്പിയൊക്കെ കിട്ടുന്നുണ്ടോ? നിങ്ങൾക്കൊന്നൊന്നുമില്ലേ എവിടെ? അതാണ് കണ്ടില്ലേ? നിങ്ങളുടെ കണ്ടോ? നാളെ എന്ത് ചെയ്യണം മതി, ഉമ്മാരുടെ വാങ്ങണം. എനിക്ക് ബക്കറ്റിലിടാൻ പൈസ മുട്ടായി വാങ്ങാൻ പൈസ ഞാൻ വീട്ടിൽ പോയിട്ട് മുട്ടായി വാങ്ങരുത്, അത് വേറെ കാര്യം. നാളെ അത് വാങ്ങിയിട്ട് എല്ലാ കുട്ടികൾക്കൊന്നും വിഷയമാണ് ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒന്നും കൂടെ ആമീൻ പറയാം. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു എന്ത് നിയത്തോടെയാണോ ആ ബക്കറ്റിലേക്ക് സ്വതക്ക ചെയ്യുന്നത് അള്ളാഹു തആല കബൂലാക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എന്താണ്? അള്ളാഹുവിന്റെ ഹബീബ് സ്വർഗത്തിൽ കാണുകയാണ്. ആരെ? മഹദിയായ റുമൈസ റളിയല്ലാഹു അൻഹ. എന്തുകൊണ്ട് കണ്ടു? അവർക്ക് സ്വർഗത്തിൽ അവർ ജീവിച്ചിരിക്കുന്ന കാലാണ്. ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തുകൊണ്ട് റുമൈസ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിന്റെ റസൂല് സ്വർഗത്തിൽ കണ്ടു? ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു പെണ്ണിന് സ്വർഗത്തിൽ കടക്കാൻ എന്തൊക്കെ മാനദണ്ഡങ്ങളുണ്ടോ അത് മുഴുവൻ ജീവിതത്തിൽ സൂക്ഷിച്ചിരുന്ന, പാലിച്ചിരുന്ന മഹദിയായിരുന്നു റുമൈസ റളിയല്ലാഹു അൻഹ. സ്വർഗത്തിൽ കടക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. എല്ലാം കൂടി അത് മുഴുവൻ ഉള്ള ഒരു മഹദിയായിരുന്നു. ഞാനൊരു ഉദാഹരണമേ പറയുന്നുള്ളൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തിയപ്പോൾ, മദീനയിൽ റസൂലുള്ളാഹി എത്തിയെന്നറിഞ്ഞ സ്വഹാബികൾ, മദീന നിവാസികൾ നബിയുടെ അടുക്കലേക്ക് ഓരോ സമ്മാനങ്ങളുമായിട്ട് ഇങ്ങനെ വരികയാണ്. ചില ആളുകൾ ഈത്തപ്പഴങ്ങൾ കൊണ്ടുവരുന്നു, ചില ആളുകൾ കാരക്കകൾ കൊണ്ടുവരുന്നു, ചില ആളുകൾ റസൂലുള്ളാഹിക്ക് ഭക്ഷണം കൊണ്ടുവരുന്നു. അങ്ങനെ ഓരോരുത്തർ ഓരോ സമ്മാനങ്ങളുമായിട്ട് ഇങ്ങനെ വന്ന് അവസാനം ഈ റുമൈസ റളിയല്ലാഹു അൻഹ സമ്മാനം കൊണ്ടുവരികയാണ്.
അത് മറ്റൊന്നുമല്ല, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലേക്ക് ആ സമ്മാനം ഏൽപ്പിക്കുകയാണ്. അതെന്താണെന്ന് അറിയുമോ? തന്റെ പ്രിയപ്പെട്ട മകനെ, ആ മകന്റെ പേര് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്നായിരുന്നു. ആ മകന്റെ പ്രായം 10 വയസ്സായിരുന്നു. അപ്പൊ റുമൈസ ബീവിയെ സ്വർഗത്തിൽ കണ്ടത് വെറുതെ ആയില്ലെന്ന് മനസ്സിലായില്ലേ? 10 വയസ്സായ കുഞ്ഞിനെ അള്ളാഹുവിന്റെ ഹബീബിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പൊ ഉമ്മമാരൊക്കെ ചിന്തിക്കും, പടച്ചോനെ അങ്ങനെ എങ്ങനെയാ സ്വർഗം നേടുക? സംശയിക്കണ്ട, നമ്മളുടെ നാട്ടിലൊക്കെ അള്ളാഹുവിനെ ഏൽപ്പിച്ച, റസൂലുള്ളാഹിനെ ഏൽപ്പിച്ച എത്രയോ ഉമ്മമാരുണ്ട്. നേരത്തെ ഇവിടെ വന്ന് ഓതിയില്ലേ, ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളായ ഒരു കുട്ടി. ആ കുട്ടിയുടെ ഉമ്മാനോട് ചോദിച്ചു നോക്കണം, എത്രാമത്തെ വയസ്സിലാണ് ഉസ്താദിനെ കൊണ്ടുപോയിട്ട് ഏൽപ്പിച്ചത്? അവര് പറയും 9ാമത്തെ വയസ്സിലാണ് എന്ന് പറയാം. ഇരിക്കുന്ന ഉസ്താദുമാരോടൊക്കെ നിങ്ങൾ ചോദിച്ചു നോക്കൂ. നമ്മളൊക്കെ നാടുകളിൽ നമ്മളുടെ ഉമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിച്ച് നാട്ടിലെ കുസൃതികളിലൊക്കെ കഴിഞ്ഞുകൂടേണ്ട സമയത്ത് പരിപൂർണമായും മനസ്സിലുള്ള എല്ലാ വേദനയും ഹൃദയത്തിന്റെ ഉള്ളിൽ അടക്കി വെച്ച് ഉമ്മയും ഉപ്പയും അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്നവരാണ് ഈ ഇൽമു പഠിച്ച് പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിച്ച മഹാന്മാരായ ഉസ്താദുമാർ. പള്ളി ദർസുകളിലേക്കാ പോകുന്നത്, ദാറുദയിലേക്കാണ് എന്നെ കൊണ്ടുപോയത് 10ാമത്തെ വയസ്സിൽ. നമ്മൾ ഇന്ന് ചിന്തിക്കുമ്പോൾ വിചാരിക്കും അതൊക്കെ വലിയ വിദ്യാഭ്യാസ സംരംഭമായിട്ടാണല്ലോ. അത് ശരിയാണ്. പക്ഷെ ആ ഉമ്മമാരുടെ മനസ്സെങ്ങനെയാണ്? അവരെന്ത് കണ്ടിട്ടാണ് പറഞ്ഞേക്കുന്നത്? ഈ ചെറിയ കുഞ്ഞിനെ പള്ളിയിലെ ഉസ്താദിനെ കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് ഏൽപ്പിക്കുന്നത്? 10ഉം 12ഉം വയസ്സായ കുഞ്ഞുങ്ങളെ. ഞാൻ പറയുന്നു, റുമൈസ റളിയല്ലാഹു അൻഹയുടെ കൽബിലുണ്ടായിരുന്ന ആ നിയ്യത്തുകൾക്ക് പുറത്തുള്ള ഒരു നിയ്യത്ത് നമ്മളുടെ ഒന്നും ഉമ്മമാർക്കുണ്ടായിട്ടില്ല. കാരണം ഇന്ന് നമ്മളുടെ പ്രിയപ്പെട്ട ഉമ്മമാർ, ഞാൻ പഠിപ്പിക്കുന്ന എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ ഉപ്പമാരും ഉമ്മമാരും ഒക്കെ, അവർ ഭൗതിക ജോലിയെ കുറിച്ചല്ല സംസാരിക്കുക, അവർക്ക് ദുനിയാവിൽ നേടിയെടുക്കേണ്ട നേട്ടങ്ങളെ കുറിച്ചല്ല പറയാം. അതൊക്കെ അവർക്ക് കിട്ടിക്കൊള്ളും, അവർ വിദ്യാഭ്യാസം നേടിക്കൊള്ളും. പക്ഷേ ഖുർആൻ അറിയുന്ന, അതിന്റെ അർത്ഥം അറിയുന്ന, ഒരു ആലിമാകുന്ന, എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ മയ്യിത്ത് നിസ്കരിക്കാൻ കഴിയുന്ന ഒരാളെ, ഒരു മുഅ്മിനായ ഒരു മകനെ അല്ലാഹുവേ എന്റെ മക്കളിൽ ഉണ്ടാകണേ, അങ്ങനെ കൊണ്ടുപോയി സമർപ്പിക്കുന്നവരല്ലേ. ഇവിടെയൊക്കെ ഉണ്ടാവും മക്കൾ, ചെറിയ കുട്ടികൾ, ഇഫ്തിന് പഠിക്കുന്നവരുണ്ടാവും, ഖുർആൻ പഠിക്കുന്നവരുണ്ടാവും, അതുപോലെ പുറത്തു പോയിട്ട് മാസത്തിൽ ഒരു വട്ടം വരുന്നവരൊക്കെ ഉണ്ടാവും. ആ ഉമ്മമാരുടെ മനസ്സതാണ്. റസൂലുള്ളാഹിന്റെ ഹദീസ് ഇങ്ങനെ കേട്ടു, ഖുർആൻ മനഃപ്പാഠമാക്കിയാൽ അയാൾക്ക് അല്ലാഹു 30 ആളുകൾക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അവസരം തരുമെന്ന്. പടച്ചോനെ, 30 ആൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ഉമ്മയും ഉപ്പയും ഉറപ്പായിട്ട് പെടുമല്ലോ. അതുകൊണ്ട് അവനെ ഖുർആൻ പഠിപ്പിക്കാം. ആ ഉമ്മയുടെ മനസ്സിലും ഉപ്പയുടെ മനസ്സിലും ഒരു ഹദീസ് ഉണ്ടാകും. ഒരു കുഞ്ഞിനെ ഖുർആൻ പഠിപ്പിച്ചാൽ നാളെ ആഖിറത്തിലെത്തുമ്പോൾ കോടിക്കണക്കിന് ജനങ്ങൾക്കിടയിൽ അല്ലാഹു ആ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ആദരിക്കുന്നത് എങ്ങനെയാണ്? അൽബസഹുല്ലാഹു അൽബസ വാലിദാഹു താജൻ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളില് അവരുടെ തലയില് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനോഹരമായ ഒരു കിരീടം അണിയിപ്പിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാവരും സ്വലാത്ത് ചൊല്ലൂ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞാനൊക്കെ പഠിച്ചതിന് ശേഷം എന്റെ ഉമ്മാരോടൊക്കെ പലപ്പോഴും ഇങ്ങനെ വർത്തമാനം പറയുമ്പോ ഉമ്മമാരതിന്റെ വല്ലാത്ത വേദന ഇപ്പോഴാ പറയാറ്. ഞാൻ തൊടുപുഴയിൽ ഒരു പ്രസംഗത്തിനുണ്ട്. അന്ന് ഞാൻ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയുടെ ഉമ്മയും ബാപ്പയും വന്നിട്ട് എന്നോട് കുറേ സങ്കടം പറഞ്ഞു. സങ്കടം എന്താണ്? അവനെ കാണാത്തത്, അവനെ വിളിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അവൻ നാട്ടിൽ വരുമ്പോഴാണ് പ്രയാസങ്ങൾ ഒക്കെ ഇങ്ങനെ പറഞ്ഞു. ഞാനന്ന് പ്രസംഗം കഴിഞ്ഞിട്ട് എന്റെ ഉമ്മാനോട് ഈ വിഷയം ഇങ്ങനെ പറഞ്ഞു. ഉമ്മാനോട് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഒരു വിഷമം ഒന്നും പറഞ്ഞിരുന്നില്ലല്ലോ. അപ്പോഴാണ് ഉമ്മ അന്നത്തെ വിഷമങ്ങൾ ഇങ്ങനെ പറയുന്നത്. അവരുടെ മനസ്സിലുണ്ടായിരുന്ന വികാരങ്ങൾ, അവരുടെ മനസ്സിൽ മക്കളായ നമ്മളെ സംബന്ധിച്ചുണ്ടായിരുന്ന സങ്കല്പങ്ങൾ. ഓരോ ഉമ്മയുടെയും മനസ്സ് റുമൈസ ബീവിയുടെ മനസ്സാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മമാർക്ക് നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സിനെ കൊടുക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു, ഞാൻ സ്വർഗ്ഗത്തിലൂടെ ഒരാൾ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു കാൽപാദത്തിന്റെ ശബ്ദം കേട്ടു. ഞാൻ
നോക്കി ആരാണത്? ഫഇദാ ഹുവ ബിലാൽ. അത് നമ്മുടെ ബിലാലായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ റസൂലുള്ളാഹി ചോദിക്കുകയാണ്, ബിലാലേ, ഞാൻ ഇപ്പൊ സ്വർഗം കാണിക്കപ്പെട്ടാലും താങ്കളെ ഞാൻ ആ സ്വർഗത്തിൽ കാണാറുണ്ടല്ലോ, താങ്കൾ എന്തു പ്രത്യേകമായ പ്രവർത്തനമാണ് ചെയ്യുന്നത്? ബിലാൽ എന്നവര് മറുപടി പറയുകയാണ്, നബിയേ, ഞാൻ ഇപ്പോൾ എന്റെ വുളൂ നഷ്ടപ്പെട്ടാലും ഉടനടി ഞാൻ വുളൂ പുതുക്കുകയും ആ വുളൂവിനെ തുടർന്ന് ഞാൻ 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്യാറുണ്ട്. വുളൂ ഒരു ബലമായി ഞാൻ സ്വീകരിക്കാറുണ്ട്. വുളൂ മുറിഞ്ഞാൽ ഉടനടി വുളൂ എടുക്കുക. വുളൂ എല്ലാ പാപങ്ങളിൽ നിന്നുമുള്ള രക്ഷയാണ്. വുളൂ മനസ്സിനുള്ള ആശ്വാസമാണ്. വുളൂ ഒരു മുഅ്മിനായ മനുഷ്യനുള്ള ധൈര്യമാണ്. വുളൂ എല്ലാ സംഗതികളും നല്ല കാര്യങ്ങളും ചെയ്യുവാനുള്ള ഒരു പ്രേരണയാണ്. ആ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യാൻ കാരണമാകുന്ന സംഗതിയാണ്. ഹബീബായ റസൂലുള്ളാഹി പറയാണ്, ഞാൻ ആ സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുമ്പോൾ ഞാൻ അവിടെ ഒരു കൊട്ടാരം കണ്ടു. മനോഹരമായ കൊട്ടാരമാണ്. ചേതന മനോഹരമായ, ചൈതന്യവത്തായ, നയന മനോഹരമായ, ഹൃദ്യമായ ഒരു കൊട്ടാരമാണ്. ആ കൊട്ടാരം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു, അല്ലാഹ്, ഇതെനിക്കുള്ള കൊട്ടാരമാണോ? അത്രയും ഭംഗിയുണ്ടത് കാണാൻ, അത്രയും സൗന്ദര്യമുണ്ടത് കാണാൻ. ഞാൻ അതിലേക്ക് ഇങ്ങനെ പ്രവേശിക്കാൻ വേണ്ടി കാലെടുത്ത് വെക്കുമ്പോൾ ഒരു വിളിയാളം കേൾക്കുന്നു, നബിയേ, ഇത് അങ്ങേക്കുള്ള കൊട്ടാരമല്ല, ഇത് ഉമർ ഇബ്നുൽ ഖത്താബിനുള്ള കൊട്ടാരമാണ്. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സ്വഹാബികളോട് പറയുമ്പോ അവിടുന്ന് പറയുകയാണ്, സ്വഹാബികളെ, അങ്ങയുടെ പേര് കേട്ടപ്പോ, ഉമറിന്റെ പേര് കേട്ടപ്പോ, നിങ്ങൾ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളാണല്ലോ, അതുകൊണ്ട് ഞാൻ ആ കൊട്ടാരത്തിൽ നിങ്ങളുടെ സമ്മതമില്ലാതെ കയറിയാൽ നിങ്ങൾക്ക് എന്നോട് ഇഷ്ടക്കേടുണ്ടാകുമോ എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ആ കൊട്ടാരത്തിലേക്ക് കടക്കാതെ തിരിച്ചു പോന്നുവെന്ന് പറയുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബിഅബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ് അലൈക അഗാർ. നബിയേ, അങ്ങയോട് ഞാൻ ദേഷ്യപ്പെടുകയോ? ഞാനിവിടെ പറയുന്നത് റസൂലുള്ളാഹി സ്വർഗ്ഗം കണ്ടയാളാണ്. ആ ഹബീബായ റസൂലാണ് സ്വർഗ്ഗത്തിലേക്ക് ക്ഷണിച്ചത്. മുഅ്മിനീങ്ങളെ, ദുനിയാവിലുള്ള ഓരോ നിലയും അല്ലാഹു നിശ്ചയിച്ചത് സ്വർഗ്ഗത്തിന് വേണ്ടിയാണ്. നമ്മുടെ വീട് അത് സ്വർഗ്ഗത്തിനുള്ള ഇടമാണ്. ആ വീട് നിർമ്മിച്ച ഹലാലായ സംഖ്യ, ഹലാലായ ധനം, ആ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകള്, ആ വീട്ടിൽ നമ്മൾ മക്കളോട് പെരുമാറുന്നത്, ആ വീട്ടിൽ നമ്മളുടെ ഉമ്മയെ ബഹുമാനിക്കുന്നത്, ആ വീട്ടിൽ നമ്മളുടെ വീടുകളിൽ വളരുന്ന കോഴികൾക്ക് നമ്മൾ ആഹാരം കൊടുക്കുന്നത്, നമ്മൾ കല്യാണം കഴിച്ചത്, ഭാര്യയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നത്, നമ്മൾ തൊഴിലിന് പോകുന്നത്, തൊഴിലിടങ്ങളിൽ നമ്മൾ പെരുമാറുന്നത്, അങ്ങനെ തുടങ്ങി എന്തെല്ലാം കാര്യങ്ങളുണ്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മനുഷ്യ, നീ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അല്ലാഹു നിനക്ക് ദാനത്തിന്റെ പ്രതിഫലം തരുന്നതാണ്. ഫകുല്ലു തസ്ബീഹത്തിൻ സദഖാ. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ ദാനത്തിന്റെ കൂലിയായി, അൽഹംദുലില്ലാഹ് ദാനത്തിന്റെ കൂലിയാണ്, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ദാനത്തിന്റെ കൂലിയാണ്. ഒരാളെ അയാളുടെ വാഹനത്തിലേക്ക് കയറാൻ നീ സഹായിക്കുമ്പോ, നീ വാഹനത്തിൽ പോകുമ്പോ മറ്റൊരാൾക്ക് സൈഡ് കൊടുക്കുമ്പോ, നിന്റെ വാഹനം മറ്റൊരാൾ ഒതുക്കി കൊടുക്കുമ്പോ, ഒരാളെ നീ വാഹനം ഓടിക്കുമ്പോ പ്രയാസപ്പെടുത്താതിരിക്കുമ്പോ, റസൂലുള്ളാഹി പറയുകയാണ്, ഒരാളുടെ വാഹനത്തിലേക്ക് നീ സാധനങ്ങൾ വെച്ചു കൊടുക്കുമ്പോ, ഒരാൾ പ്രയാസപ്പെടുമ്പോ ആ പ്രയാസത്തിൽ നീ സഹായിക്കുമ്പോ, അങ്ങനെ തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലുള്ള നോട്ടങ്ങൾ, ചിരികൾ, നിങ്ങളുടെ സന്തോഷ പ്രകടനങ്ങൾ, നിങ്ങളുടെ സലാമുകൾ, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ പുലർത്തലുകൾ എന്ന് തുടങ്ങി മുഅ്മിനേ, നിങ്ങൾക്ക് പറയാൻ കഴിയോ ഇന്ന കാര്യം സ്വർഗത്തിന് വേണ്ടിയല്ല, എല്ലാം ആ വിജയത്തിന് വേണ്ടിയാണ്. പക്ഷേ അത് ഹൃദയത്തിന്റെ ഉള്ളിൽ ആ സമർപ്പണ മനോഭാവത്തോടെയാകണം, സ്ഫുടം ചെയ്യുന്ന കൽബോടെയാകണം. നിങ്ങൾ ചിന്തിക്കണേ, ഇത് കുറെ കൊല്ലം കഴിഞ്ഞ്, എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് നമുക്ക് കിട്ടാനുള്ള ഒരു സംഗതിയല്ലല്ലോ. ഇന്ന് നമ്മൾ മരിക്കുകയാണെന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. നമ്മളുടെ കൂട്ടുകാരെ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലേ? നമ്മൾ
നമ്മൾ തോളിൽ കൈയിട്ട് നടന്നവർ, നമ്മൾ ചിരിച്ചവർ, നമ്മൾ സന്തോഷിച്ചവർ. പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ സമ്മേളനം നടത്തിയപ്പോ ഒരു ഫോട്ടോ കണ്ട് നമ്മളുടെയൊക്കെ കണ്ണ് നിറഞ്ഞുപോയി. നുഐം ഫൈസി എന്ന് പറയുന്ന ഖുർആൻ മനഃപ്പാഠമാക്കിയ സുന്ദരമായി പാട്ടുപാടുന്ന ആ യുവജായ ചെറുപ്പക്കാരനായ ഫൈസി അവറുകളുടെ ഉപ്പ അവിടെ പോയിട്ട് ആ ബിരുദം ബഹുമാനപ്പെട്ട തങ്ങൾ അവറുകളിൽ നിന്ന് ഏറ്റുവാങ്ങുന്നത് കണ്ടപ്പോ നമ്മുടെയൊക്കെ കണ്ണ് നിറഞ്ഞു പോയത് എന്തുകൊണ്ടാ? റബ്ബിന്റെ തീരുമാനമാണ്, അല്ലാഹുവിന്റെ അചഞ്ചലമായ ഖളാആണ്. റഹ്മാനായ റബ്ബിന്റെ ഒരിക്കലും മാറ്റമില്ലാത്ത തീരുമാനമാണ്. എപ്പോ മരിക്കണം, എങ്ങനെ മരിക്കണം, ഏത് സമയത്ത് മരിക്കണം, ഇവിടെ വെച്ച് മരിക്കണം, അല്ലാഹുവിന്റെ തീരുമാനമാണ്. ആ സമയത്ത് നമുക്കറിയാൻ കഴിയും, പടച്ചോനെ ഞാൻ നേടിയത് സ്വർഗമാണോ, ഞാൻ നേടിയത് നരകമാണോ? നമ്മൾ സദഖ ചെയ്താൽ, നമ്മൾ നിസ്കരിച്ചാൽ, നമ്മൾ അല്ലാഹുവിന് വേണ്ടി ജീവിച്ചാൽ, നമ്മൾ പള്ളിക്കും മദ്രസക്കും കൊടുത്താൽ, നമ്മൾ മക്കളെ നന്നായി പോറ്റി വളർത്തിയാൽ, നമ്മൾ ഉമ്മാനെ ബഹുമാനിച്ചാൽ, സ്വർഗവാസികളായ ആളുകളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്താൽ, കാത്തു നിൽക്കേണ്ട മുഅ്മിനെ മരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് പറയുന്നത്, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, ദുഃഖിക്കണ്ട, നിങ്ങൾ സങ്കടപ്പെടേണ്ട, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. വഅബ്ശിറൂ, നിങ്ങൾ സന്തോഷ വാർത്ത അറിഞ്ഞുകൊള്ളൂ, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. ചെറുപ്പക്കാരെ, അതിനല്ലേ നമ്മൾ ഒരുങ്ങേണ്ടത്? നമ്മൾ ഈ ഡാൻസ് കണ്ട് നടന്നാൽ മതിയോ? നമ്മൾ ഈ വലിയ ആഘോഷ തിമർപ്പിന്റെ രസങ്ങളിൽ മതിമറന്നാൽ മതിയോ? നമ്മൾ ഇങ്ങനെ ഷെയറുകളും സന്തോഷങ്ങളും ഒക്കെ ആയിട്ട് പോയാൽ മതിയോ? പ്രിയപ്പെട്ട യുവാക്കളെ, ചിന്തിക്കുമ്പോ നമുക്ക് വലിയ ഭയമാണ്. എന്താ ഭയം ചെറുപ്പക്കാരെ, സഹോദരിമാരെ? എന്താ ഭയം? പടച്ചോനെ, ഞാൻ മരിച്ചാൽ എന്റെ മക്കൾ എന്താ ചെയ്യുക? ഞാൻ മരിച്ചാൽ എന്റെ വീട് എങ്ങനെയാ പുലരുക? ഭർത്താവിനോട് ചോദിക്കാറില്ലേ, ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യുക? ചെറുപ്പക്കാരെ, ഒരു പേടിയും വേണ്ട. നമ്മൾ മരിച്ചാൽ ഹോസ്പിറ്റലിൽ വെച്ചാണ് മരിക്കുന്നത് എങ്കിൽ ആംബുലൻസുകൾ ഇവിടെ തയ്യാറാണ്. നമ്മളുടെ വീടിന്റെ മുമ്പിൽ പന്തലൊരുക്കാൻ ടാർപ്പായ റെഡിയാണ്. നമ്മൾ മരിച്ച വിവരം ആളുകൾ ഷെയർ ചെയ്യാൻ തയ്യാറാണ്. നമ്മളുടെ ഫോട്ടോ പറഞ്ഞേക്കാനും ഫോട്ടോ അയക്കാനും നമ്മൾക്ക് വേണ്ടി ദുന്നാളില്ലതെല്ലാനും ഒക്കെ ഇവിടെ ആളുകൾ തയ്യാറാണ്. ഒരാളും നമ്മളുടെ കാര്യത്തിൽ ഒരു ബേജാറും ഉണ്ടാക്കുകയില്ല. സമയം നിശ്ചയിച്ചു കഴിഞ്ഞാൽ കാണാൻ ആളുകൾ വരും, ഭാര്യയുണ്ടാവും, മക്കളുണ്ടാവും. അവരൊക്കെ ഏതാനും സമയം അവർക്കറിയും, പടച്ചവനെ, ഇനി എനിക്കാരാണെന്ന് ചിന്തിക്കും. നിങ്ങൾ എവിടെയൊക്കെ കുളിച്ചവരാ കൂട്ടുകാരെ? നിങ്ങൾ പലയിടങ്ങളിലും പോയി കുളിച്ചവരല്ലേ? കോഴിക്കോട് പുഴയിൽ ചാടി, കോഴിക്കോട് നദി, കോഴിക്കോട് പോയിട്ട് ബീച്ചിൽ ചാടിയിട്ട് തിരമാലകളിൽ കുളിച്ചവർ, പുഴകളിൽ പോയി കുളിച്ചവർ, കുളങ്ങളിൽ പോയി കുളിച്ചവർ, നമ്മളുടെ വീടുകളിലുള്ള ഷവറിന്റെ താഴെ തെറിച്ച് വീഴുന്ന വെള്ളത്തുള്ളികൾക്ക് താഴെ കുളിച്ചവര്. ആ കുളിയൊന്നും ഇനി ആവശ്യമില്ല. നമ്മളെ കുളിപ്പിക്കാനുള്ള കട്ടിൽ റെഡിയാണ്, നമ്മളെ കുളിപ്പിക്കാനുള്ളതെല്ലാം തയ്യാറാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, കുളിപ്പിക്കാനുള്ളത് മാത്രമല്ല, ഖബറടക്കാൻ തയ്യാറാണ്. ഞാൻ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരുമ്പോ, പരിപാടിക്ക് വേണ്ടി വരുമ്പോ, കുന്നംകുളം എന്ന് പറയുന്ന സ്ഥലത്തുകൂടെ ഞാൻ പോരുന്ന സമയത്ത് ഞാൻ എല്ലാ ദിവസവും അതിലൂടെ പോരുമ്പോ കാണാറുണ്ട്. അതിന്റെ ഇടതുഭാഗത്തും മീസാൻ കല്ലുകൾ കൊത്തുന്ന ഒരു സ്ഥലമുണ്ട്. പടച്ചവനെ, എത്ര ആയിരക്കണക്കിന് ആളുകൾക്കാണ് മീസാൻ കല്ല് കൊത്തിക്കൊണ്ടു പോകുന്നത്. ഇതിന് നമ്മൾ എന്തിനാ പേടിക്കണത്? മക്കൾ വളർന്നോളും, വീട് അവിടെ ഉണ്ടല്ലോ, ഭാര്യ വളർന്നോളും, ഒക്കെ ശരിയായിക്കോളും. പക്ഷേ മരിച്ചു പോയാൽ എനിക്ക് സ്വർഗം കിട്ടുമോ? വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ എന്നോട് പറയുമോ? ഫറൗഹും വറൈഹാൻ വജന്നത്തു നഈം. അതിനു വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കഠിനാധ്വാനം ചെയ്യേണ്ടത്. നമ്മളുടെ അജണ്ട അതാകണം, തേട്ടങ്ങൾ അതാവണം, ലക്ഷ്യങ്ങൾ അതാവണം. മരണം എന്ന് പറയുന്നത് എപ്പോഴും നമ്മിലേക്ക് കടന്നു വരാം. അതിന് രൂപങ്ങൾ ഇന്നതേ പറ്റൂ, അത് ഇന്ന രൂപത്തിലേ മരിക്കാൻ പറ്റൂ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ കാണാറില്ലേ ഓരോ വാർത്തകള്? അതുകൊണ്ട് നമ്മളുടെ അജണ്ടകളും താല്പര്യങ്ങളും എന്താകണമെന്ന് പറഞ്ഞ് ഞാൻ എന്റെ വാൾ നിർത്തുകയാണ്. പരലോകത്തെ സ്വർഗമാകുന്ന ആ വീട്, ഇന്നലിൽ മുത്തഖീന മഫാസ, വിജയത്തിന്റെ സങ്കേതം മുത്തഖീങ്ങൾക്കാണെന്ന് പറഞ്ഞല്ലോ. ഹദായിക വഅനാബ, തോട്ടങ്ങളും മുന്തിരികളും അവർക്കാണെന്ന് പറഞ്ഞുവല്ലോ. വകവാഇബ അത്റാബൻ വകഅസൻ ദിഹാഖ ലാ യസ്മഊന ഫീഹാ ലഗവൻ വലാ കിദാബ എന്നവർക്കാണെന്ന് പറഞ്ഞല്ലോ. ഫീഹാ ഐനുൻ ജാരിയ, സ്വർഗ്ഗത്തിൽ ഇങ്ങനെ ഒഴുകുന്ന നദികളുണ്ട്. ഫീഹാ സുറും മർഫൂഅ, ഉയർന്ന കട്ടിലുകളുണ്ട്. വഅക്വാബും മൗദൂഅ, നിരനിരയായി വെക്കപ്പെട്ട കോപ്പകളുണ്ട്. വനമാരി
നമാരിഖു മസ്ഫൂഫാ, അട്ടിയട്ടിയായി വെക്കപ്പെട്ട തലയിണകളുണ്ട്. വസറാബിയ്യു മബ്സൂസ, മനോഹരമായി വിരിക്കപ്പെട്ട പരവതാനികളുണ്ട്. അതൊക്കെ ആർക്കുള്ളതാണ്? തിൽക്കദ്ദാറുൽ ആഖിറ, സ്വർഗ്ഗത്തിലെ ആ മനോഹരമായ സ്വർഗ്ഗമാകുന്ന ആ ഭവനം. നജ്അലുഹാ, നമ്മളത് നൽകുന്നത് ലില്ലദീന ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർളി വലാ ഫസാദ, ഈ ഭൂമിയിൽ കുഴപ്പവും അഹങ്കാരവും കാണിക്കാത്തവർക്കും ആഗ്രഹിക്കാത്തവർക്കുമാണ്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അന്തിമ വിജയം സ്വർഗ്ഗം എന്ന് പറയുന്ന ആ ഭവനത്തിലേക്കുള്ള പ്രയാണം അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർക്കാണ്. ജന്നാത്തു അദ്ൻ, ശാശ്വതമായ സ്വർഗ്ഗം. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ അടിവാരത്തുകൂടെ അരുവികൾ ഒഴുകുന്നതാണ്. ഖാലിദീന ഫീഹാ അബദാ, ആ സ്വർഗ്ഗത്തിൽ മുഅ്മിനീങ്ങൾ ശാശ്വതരാണ്. റളിയല്ലാഹു അൻഹും വറദു അൻ, ആ സ്വർഗ്ഗത്തിൽ കിടക്കുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമാണ്, അല്ലാഹുവിന് അവർക്കും ഇഷ്ടമാണ്. ലാലിക ലിമൻ ഖശിയ റബ്ബഹ, അല്ലാഹുവിനെ ഭയന്നവർക്കാണ്. ഈ മദ്രസ നമ്മളൊക്കെ അല്ലാഹുവിനെ ഭയക്കാൻ കാരണമായിട്ടാണ്. നിങ്ങളുടെ മക്കള് ഇനി നമ്മളുടെ ഈ നന്മകളൊക്കെ മാതൃകയാക്കിയിട്ട് ഖിയാമത്ത് നാൾ വരെ മക്കള് മാത്രമല്ല അവരുടെ മക്കള് ഒക്കെ ഇൽമും ദീനും തഖ്വയും നിസ്കാരവും സ്വർഗവും നരകവും ഒക്കെ പഠിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ വീടിനേക്കാളും ഭംഗിയാക്കേണ്ട സ്ഥലമാണ്. ഇൻഷാ അല്ലാഹ് നാട്ടുകാരായ മുഅ്മിനീങ്ങളായ നിങ്ങളുടെ നാട്ടിൽ വലിയൊരു പള്ളി മനോഹരാക്കുന്നതിന്റെ ഇടയിൽ നിങ്ങളുടെ 5 വയസ്സ് മുതലുള്ള മക്കൾക്ക് അലിഫ് എന്ന് പഠിക്കണം. അവരുടെ ചെറിയ കാലടിപ്പാടുകൊണ്ട് ഒരു പള്ളിയിൽ കൂടി പോകാനുള്ള സമയം ഉണ്ടാവില്ല. 7, 10, 8 വയസ്സായ പള്ളിയിൽ പോവാം. 5 വയസ്സാകുമ്പോൾ ഇങ്ങനെ നടന്ന് ഈ ഉസ്താദുമാര് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിച്ചെടുക്കണം. ഓലെ മനസ്സ് കുളിർമയാണ്, ഓലെ കൽബിലാണ് നമ്മൾ പതിയണമെന്നുണ്ടെങ്കിൽ അന്തരീക്ഷം വളരെ മനോഹരമാണ്. നമ്മുടെ വീടൊക്കെ നല്ലതായിട്ടുണ്ട്, വീട്ടിലൊക്കെ നല്ല ടൈലാണ്, വീട്ടിലൊക്കെ ഭംഗിയുള്ള സോഫയുണ്ട്, വീട്ടിലൊക്കെ ഇരിപ്പിടങ്ങളുണ്ട്, സ്കൂളിൽ പോയാൽ അങ്ങനെയുണ്ട്. നമ്മുടെ മദ്രസ എനിക്ക് ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ വളരെ മനോഹരമാണ്. ഇവര് പറഞ്ഞു ഇവിടെ കുറച്ച് ടൈലിടാനുള്ള പദ്ധതി ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഇവിടെ നാളെ തന്നെ ഇടണ്ട, അടുത്ത മാസം ഇടണ്ട. ഇൻഷാ അല്ലാഹ് നോമ്പിനൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ ലീവായിരിക്കും, പറ്റുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴിടുക. ഇൻഷാ അല്ലാഹ് ഇനി അതിനും സാമ്പത്തികമായ പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വലിയ പെരുന്നാളിന്റെ നിങ്ങളൊക്കെ വലിയൊക്കെ അറക്കണ സമയമുണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ അതുണ്ട്. ഏതായാലും വലിയ പെരുന്നാൾ കഴിയുമ്പോഴേക്ക്, ഹജ്ജ് പെരുന്നാളിന്റെ ആ സമയം കഴിയുമ്പോഴേക്ക് എല്ലാവരും ഇൻഷാ അല്ലാഹ് പറയൂ, നമ്മളുടെ ഈ മദ്രസയിൽ ഭാരവാഹികൾ ഉദ്ദേശിച്ച മുഴുവൻ കാര്യങ്ങളും നടക്കണം. ഇൻഷാ അല്ലാഹ് നമ്മളുടെ മക്കൾക്ക് വേണ്ടി, പേരക്കുട്ടികൾക്ക് വേണ്ടി, പിഞ്ചു മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാരും കൂടെ കൂടിയിട്ട് അതങ്ങോട്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് നമ്മൾ നല്ല നീയത്ത് കൽബിൽ വെച്ചിട്ട്, പടച്ചോനെ എനിക്കൊന്ന് ഹജ്ജിന് പോകാൻ ആഗ്രഹമുണ്ട്, എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി. നിങ്ങളൊക്കെ കൊടുത്തവരായിരിക്കും, പള്ളിക്കും മദ്രസക്കും ഒക്കെ നിങ്ങൾ കൊടുത്തതല്ലേ, ആരും ഒറ്റയ്ക്ക് കൊടുത്തത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ചെയ്താൽ മതിയല്ലോ. ഒക്കെ നമ്മൾ 5, 10, 1000, 2000 എടുത്ത് കൊടുത്തതാണ്. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് ഇവര് പറഞ്ഞ ഈ ഒരു ടൈലിങ്ങിന്റെ പദ്ധതിയിലേക്ക്, ഇത് ടൈല് ചെയ്യാനുള്ള ഒരു സ്ക്വയർ ഫീറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ചോദിക്കണില്ല. ഇൻഷാ അല്ലാഹ് റമളാനല്ല, ഇൻഷാ അല്ലാഹ് വലിയ പെരുന്നാൾ തീരുന്നതിന്റെ മുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ റജബായി, ഷഅബാനായി, റമളാൻ കഴിഞ്ഞു, ശവ്വാൽ കഴിഞ്ഞു, ദുൽഖഅദ കഴിഞ്ഞു, ഒരു ദുൽഹിജ്ജ, ഒരു 6 മാസത്തിനുള്ളിൽ നാളെ തന്നെ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുത്തോ, അത് കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുത്തോ. നിങ്ങൾ ഈ കൊടുക്കുന്നതിന്റെ ഇടയിൽ ബിസ്മി ചൊല്ലിയിട്ട് ഒരു 5-1 ഞാൻ അതിലേക്ക് ഒരു 11,111 രൂപ, പടച്ചോനെ എനിക്കൊന്ന് ഹജ്ജ് ചെയ്യണം. ഹജ്ജ് ചെയ്യണമെങ്കിൽ എത്ര രൂപയാണ് ചുരുങ്ങിയത്? ഭാര്യനെ കൂട്ടി ഹജ്ജ് ചെയ്യണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 10-12 ലക്ഷം രൂപയെങ്കിലും വേണം. എന്റെ കയ്യിൽ 10-12 പോയിട്ട് 10 രൂപ പോലുമില്ല. പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട്, തൗഫീഖ് നൽകണേ റബ്ബേ. ഈ സ്വതക്ക ഇതാ ജാരിയായ ഒരു സ്വതക്ക, ആ ഒരു നിയ്യത്തോടെ ഞാനിതാ കൊടുക്കുന്നു. അല്ലെങ്കിൽ ഉമ്മയുടെ പേരിൽ, ബാപ്പായുടെ പേരിൽ ഇൻഷാ അല്ലാഹ് ഒരു 6 മാസത്തിന്റെ ഉള്ളിൽ ഈ മദ്രസയുടെ ആ പണിയിലേക്ക് ഒരൊറ്റയാള് ആരാണ് ആദ്യമായിട്ട് ബിസ്മി ചൊല്ലിയിട്ട് ഒന്ന് കൊടുക്കാൻ തീരുമാനിച്ചൊന്ന് കൈപൊക്കാൻ തയ്യാറുള്ള ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ മാഷാ അല്ലാഹ് നല്ല ഒരു സദഖയാണ്. കാരണം ഞാനത് പറഞ്ഞ് നാവെടുത്ത് തീർന്നിട്ടില്ല, അപ്പോഴേക്കൊരു മുഅ്മിനായ മനുഷ്യരെ. ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ഇപ്പോ നിങ്ങൾക്കൊക്കെ നേരത്തെ കമ്മിറ്റിക്കാരെ പറ്റി ഇവിടെ പറഞ്ഞു, അവർക്കതിന് താല്പര്യമുണ്ടായി. ഈ താല്പര്യം ഇപ്പൊ നിങ്ങൾ കൊടുത്ത, നിങ്ങളുടെ നാട്ടിൽ കൊടുത്ത കാര്യങ്ങളൊക്കെ ഈ പിറകിലേക്ക് നോക്കുന്നത്, ഇതിന്റെ ഇടയിലേക്ക് കളിച്ചു നടക്കുന്ന മക്കള് കാണുക. അവരുടെ മനസ്സിലത് വലിയ ചിത്രമായിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ ഈ വാഴ പറഞ്ഞത്, അവസാനം ഈ കാര്യം ചോദിച്ചത്, അപ്പൊ ആ സഹോദരൻ എഴുന്നേറ്റ് കൈപൊക്കിയത്, മാഷാ അല്ലാഹ്
അത് അദ്ദേഹത്തിന്റെ സ്വതക്ക എന്നുള്ളതിനപ്പുറം ഒരു നല്ല മാതൃക കൂടിയാണ്. ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ ആരെങ്കിലും ഉണ്ടോ? ഞാനും കൂടെ കൊടുത്തോളാം 11,111 എന്ന് പറയാൻ കഴിയുന്ന രണ്ടാമത്തെ ആരെങ്കിലും ഉണ്ടോ? മാഷാ അല്ലാഹ്, അബ്ദുറഹ്മാൻ നമുക്കൊരു നല്ല ഭക്ഷണമൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ ഭക്ഷണമാണ് നൽകിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഞങ്ങളെ വിളിക്കാനെന്ന് ചോദിക്കുന്നതുകൊണ്ട് ഭക്ഷണത്തിന്റെ ഐറ്റംസ് ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം മോനെ ഹുദവിയാകുമ്പോൾ പഠിക്കുകയാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് വരക്കാം. അല്ലാഹുവേ നല്ലൊരു ഹുദവിയാക്കി കൊടുക്കണേ തമ്പുരാനെ. ബാക്കിയുള്ള മക്കളൊക്കെ ഏതൊക്കെ മേഖലയിലാണോ സേവനം ചെയ്യുന്നത് ഹൈറാക്കണേ റബ്ബേ. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് വരക്കാം. മൂന്നാമത്തെ ഒരാളും കൂടെ ഒന്ന് കൈകൊണ്ടിരിക്കുക. ആരെങ്കിലും ഒരാളും കൂടെ ഒരു 11,111 ഞാനും കൂടെ കൊടുത്തോളാം. ഒരു സഹോദരി ഉണ്ട് അവിടെ, മാഷാ അല്ലാഹു ഖാൻ അൽഹംദുലില്ലാ. നാലാമത്തെ ഒരാളും കൂടെ ആരാ പറയാം? നാലാമത്തെ ഒരാൾ, മൂന്നാളുകളായി. നാലാമത്തെ ഒരാളും കൂടെ പറയാനുണ്ടോ? നമ്മൾ ഒരു ബേജാറും വേണ്ട. ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ഹിയ്യത്തിനൊക്കെ അതിനേക്കാളും വലിയ സ്വർഗ്ഗം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയും ഇൻഷാ അല്ലാഹ് തൗഫീഖ് ഉണ്ടാവും. അത് ഇൻഷാ അല്ലാഹ് നിയ്യത്തങ്ങൾ ചെയ്താൽ നമ്മൾ നിയ്യത്ത് ചെയ്ത് ഏത് പൈസ കൊടുക്കാൻ പറ്റാതിരുന്നിട്ടുള്ളത് ഇൻഷാ അല്ലാഹ്. നാലാമത്തെ ആരെങ്കിലും നല്ല നിയ്യത്ത്, ഞാൻ ആവർത്തിച്ച് പറയണം, ഹജ്ജിന് പോകാനുള്ള നിയ്യത്ത്, ഉമ്മാടെ പേരിലുള്ള നിയ്യത്ത്, വാപ്പാടെ പേരിലുള്ള നിയ്യത്ത്. ഇൻഷാ അല്ലാഹ് നാലാമത്തെ ഒരാളും കൂടെ പറയും. അൽഹംദുലില്ലാ. നാലാമത്തെ ഒരാളും കൂടെ ആരാ പറയാ? അഞ്ചാമതായിട്ട് ഒരാൾ ആരാ പറയാ? അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരൊറ്റ ദുആയാണ് ഇൻഷാ അല്ലാഹ്. ആരാ പറയാ? അഞ്ചാമത്തെ ഒരാളും കൂടെ ഒന്ന് കൈകൊടുക്കും. മക്കളൊക്കെ കണ്ടില്ലേ ആവേശത്തോടെ എല്ലാത്തിനും ഫോട്ടോ എടുത്ത് നല്ല രസമുണ്ട് അല്ലേ? അൽഹംദുലില്ലാ. അവരൊക്കെ പേരെഴുതുന്നില്ലേ? പേരെഴുതുന്നില്ല. അഞ്ചാമത്തെ ആള് അൽഹംദുലില്ലാ. 5 ആളുകളായി. അൽഹംദുലില്ലാ. എല്ലാവരും ഒന്ന് പറയാം അൽഹംദുലില്ലാ. സ്വലാത്ത് ചൊല്ലില്ലേ? എല്ലാവരും ആവേശത്തോടെ ചൊല്ലണം. അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ എല്ലാവരും ആവേശത്തിലാണ്. കാരണം നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യത്തിലേക്ക് നിർലോഭം തരാൻ തയ്യാറായിരിക്കുകയാണ് 5 ആളുകൾ. മാഷാ അല്ലാഹ്. ഞാൻ നേരത്തെ ബാബുക്കാരുടെ ഒരു കാര്യം പറഞ്ഞു. അപ്പൊ സ്വലാത്ത് ചൊല്ലൂ. തബസ്സൽനാ ബിബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ وأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله. എല്ലാവരും ഒന്ന് കൈവർത്തിപ്പിടിക്കൂ. അല്ലാഹുവേ പടച്ചവനെ, ഈ മജ്ലിസിൽ സ്വർഗത്തെ കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ വാഴ് പറഞ്ഞപ്പോ 3 സഹോദരന്മാരും 2 സഹോദരിമാരും ഇതാ 11,111 രൂപ ഇതാ സ്വതക്ക നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. നീ കബൂലാക്ക് അല്ലാഹ്. ഉറക്കാമീൻ പറയൂ റബ്ബേ. ഹജ്ജിന് പോകാനുള്ള നിയ്യത്തുണ്ടെങ്കിൽ നീയതിന് തൗഫീഖ് നൽകു അല്ലാഹ്. ഉറക്കാമീൻ പറയൂ തൗഫീഖ് നൽകു അല്ലാഹ്. ഈ മക്കളാ ടൈലുകളിൽ ചവിട്ടി ഖുർആൻ പഠിക്കുമ്പോ, ഈ മക്കളാ ടൈലുകളിൽ പറ്റിച്ച ചവിട്ടി സന്തോഷിക്കുമ്പോ അത് നിലനിൽക്കുന്നിടത്തോളം കാലം അവരിൽ നിന്നും മരണപ്പെട്ടവരുടെ ഖബറിലേക്ക് അതിന്റെ സവാബിനെ കൊടുക്കണേ അല്ലാഹ്. റഹ്മാനെ, ഉറപ്പാണല്ലോ ഈ നാട്ടിലെ പള്ളിയിലേക്ക് അവരുടെ സ്വതക്ക മുമ്പ് കിട്ടിയിട്ടുണ്ടാവും, മദ്രസയിലേക്ക് അവരുടെ സ്വതക്ക മുമ്പ് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോഴിതാ ഇങ്ങനെ ഒരു മദ്രസയുടെ കാര്യത്തിലേക്ക് അവർ വീണ്ടും സ്വതക്ക നൽകുന്നു. കൈ ഉയർത്തിപ്പിടിച്ച് ആമീൻ പറയും. ഈ സ്വതക്കയിൽ പങ്കാളികളാകുന്ന മുഅ്മിനീങ്ങൾക്ക് ഒരു പള്ളി നിർമ്മിച്ച കൂലി കൊടുക്കുക അല്ലാഹ്, ഒരു മദ്രസ നിർമ്മിച്ച കൂലി കൊടുക്കുക അല്ലാഹ്. അതിന്റെ സവാബുകള് അവരുടെ ഖബറുകളിലേക്കും അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകളിലേക്കും നീ എത്തിക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി ആരെങ്കിലും പറഞ്ഞോ? സ്വാഗതം പറഞ്ഞ ആളുടെ പേര് അസൈനാക്കാണ് അല്ലെ? ഇനി ആരെങ്കിലും പറഞ്ഞു? 6ാമത്തെ ആൾ ആരെങ്കിലും പറഞ്ഞു? 5 ആളുകൾ പറഞ്ഞു. ഞാൻ 5 ആളുകളെ തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്നാലും ആരെങ്കിലും 6ാമത്തെ ആൾ ഉണ്ടെങ്കിൽ വെച്ചിട്ടാണ് ഇൻഷാ അല്ലാഹ്. ഇനി പറയേണ്ടത് 10 ആളുകൾ ഉണ്ടാവുമെന്നാണ് എന്റെ പ്രതീക്ഷ. എന്റെ പ്രതീക്ഷ തെറ്റോ? തെറ്റലില്ല എന്നാണ് ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മള് 6 മാസത്തെ സമയം പറഞ്ഞല്ലോ. അടുത്ത മജ്ലിസുന്നൂറിന്റെ സ്വലാത്തിന് വരുമ്പോൾ 1000 രൂപ ഉണ്ട്. ഷഅബാനിൽ വരുമ്പോൾ 1000. ഞാൻ ഉദാഹരണം പറയാം. റമദാനിലായി, അത് കഴിഞ്ഞിട്ട് അടുത്ത മാസം 1000 കൊടുക്കുന്നതിന് മുമ്പ് 1666. പടച്ചോനെ, ഖുർആനിലെ ആയത്തുകളുടെ എണ്ണം 6666. 6 മാസത്തിനുള്ളിൽ 2, 3, 4 തവണയായോ
അല്ലെങ്കിൽ നാളെ തന്നെ ഒറ്റ തവണയായോ, എങ്ങനെയാണെങ്കിലും നീയത്ത് എന്താ വേണ്ടെന്ന് അറിയാം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എന്റെ മക്കളിൽ ഈ ഖുർആൻ മനപ്പാടാക്കിയ ആളിഞ്ഞാണെങ്കിലും പേരക്കുട്ടികൾ വരാണ്. അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് എനിക്കെന്നെ ഖുർആൻ മനപ്പാടാക്കാൻ എന്താ മടി? ഒരു പണിയില്ല. ഖുർആൻ മുഴുവനായിട്ടൊന്നും മനപ്പാടായിട്ടില്ല. കുറച്ച് സൂറത്തുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഹജ്ജിനൊക്കെ പോയ ആളുകൾ 40 ദിവസം മക്കയിലും മദീനയിലൊക്കെ അവസരം കിട്ടുമ്പോഴേക്കും എത്രയോ ഭാഗങ്ങൾ മനപ്പാടാക്കി ഓതി കാബന്റെ അടുത്ത് നിന്നിട്ട് മനപ്പാടാക്കി. അവിടെ പോയി വർത്തമാനം പറയല്ല. നല്ല നീയത്ത് കൽബിൽ വെച്ച് നിങ്ങളുടെ ഈ മദ്രസയിൽ ഖുർആൻ പഠിക്കണേട്ടാണ്. ഖുർആനിലെ കുട്ടികൾ പഠിക്കണത് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഓതുന്നത് ഇവിടുന്ന് പഠിക്കണതല്ലേ. ഇൻഷാ അല്ലാഹ് ആ ഒരു സന്തോഷത്തിനും ആരൊക്കെയാണ് ഒരു 6666 ഞാൻ 6 മാസത്തിന്റെ ഉള്ളിൽ കൊടുത്തോളാന്ന് പറയാൻ തയ്യാറുള്ള എത്ര യുവാക്കളുണ്ട്? 1 ഹസീനാർക്ക് തന്നെ, 2000 മാഷാ അല്ലാഹ് നല്ലൊരു ചെറുപ്പക്കാരൻ, 3000 വേഗം പറയും 10 ആള് മാഷാ അല്ലാഹ് മൂന്നാമത്തെ ആളായി, 4000 വേഗം പറയും 4 അൽഹംദുലില്ലാഹ് മറ്റൊരു സഹോദരൻ, 5 സഹോദരിമാരെ നിങ്ങൾ ആരൊക്കെയുണ്ട്? ഒന്ന് കൈപൊക്കിക്ക്. ആരൊക്കെയാണ് 6666 6 മാസത്തിനുള്ളിൽ എത്ര ആളായത്? 4 ആളായത്. 5 ഒരാളും കൂടി പറയും. സഹോദരന്മാർക്കിടയിൽ 5 ആളുകൾ. 5ാമത്തെ ഒരാളും കൂടി ഒന്ന് കൈപൊക്കി. ആരാ പറയാ? 6666. അല്ലാഹുവേ, മക്കളിലോ പേരക്കുട്ടികളിലോ നിന്റെ കലാമായ ഖുർആൻ മനപ്പാഠമാക്കിയ ഒരാളെ നീ നൽകണേ അല്ലാഹ്. പടച്ചവനെ ആരുടെ പേരിലാണോ അത് നിയ്യത്താക്കുന്നത് ആ നിയ്യത്ത് പൂർത്തിയാക്കണേ അല്ലാഹ്. സമ്പത്തിൽ ബറക്കത്ത് ചെയ്യേ അല്ലാഹ്. റാഹത്തും ഖൈറും നൽകണേ അല്ലാഹ്. പ്രയാസങ്ങളെ ദൂരീകരിക്കണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ഹൃദയത്തിന്റെ ഉള്ളിൽ ഞാനിപ്പോ 6666 പറഞ്ഞാൽ അത് എവിടെ നിന്നാണ് കൊടുക്കുക എന്നൊന്നും അറിയില്ല. എന്നാലും 6 മാസത്തെ സമയമുണ്ടല്ലോ, ഇൻഷാ അല്ലാഹ് കൊടുത്തേക്കാമെന്ന് നിയ്യത്ത് ചെയ്ത് ഈ സദസ്സിന്റെ ദുആ ആഗ്രഹിക്കുന്ന ആരൊക്കെയാണോ ഇനി തരുന്നത് അവരുടെ മുറാദുകളെ ഹാസിലാക്കണേ തമ്പുരാനെ. ആരാണ് 5ാമത്തെ ആൾ? ആരാളുള്ളത്? ഒരു 5ാമത്തെ ആളൊന്ന് കൈവക്കുമാനെ. ദീർഘായുസ്സിനെ തരണമേ അല്ലാഹ്. ആരോഗ്യത്തെ നൽകണമേ അല്ലാഹ്. സന്തോഷത്തെ നൽകണമേ അല്ലാഹ്. ഉസ്താദുമാരി ആലിമീങ്ങൾ ഉസ്താദുമാർ അവരുടെ തദ്രീസ് തഅലീം മൗഇദത്തിൽ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഖിദ്മാത്തുകളെ സ്വീകരിക്കണേ അല്ലാഹ്. സ്വന്തം വീട്ടിലെ കാര്യത്തെക്കാൾ ആവേശത്തോടെ ദീനിന്റെ കാര്യങ്ങളുമായി നടക്കുന്ന ഈ പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക് ഖൈറും ബറക്കത്തും റാഹത്തും നൽകണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. യാ അല്ലാഹ്, ഇതുപോലെയുള്ള സദസ്സുകളിലേക്ക് വരുമ്പോൾ സ്നേഹത്തോടെ ഭക്ഷണം വിളമ്പി തരുന്നവർ, ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി തരുന്നവർ, വാഹനങ്ങൾ ഡ്രൈവ് ചെയ്ത് കൊണ്ടുവരുന്നവർ, ലൈറ്റ് ആൻഡ് സൗണ്ട് എടുക്കുന്നവർ, പടച്ചവനെ സ്നേഹത്തോടെ ഫോണിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നവർ, എല്ലാവരെയും കബൂലാക്കണേ അല്ലാഹ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഈ മുതസദ്ദിഖീങ്ങളുടെ സ്വതക്കയെ സ്വീകരിക്കണേ റഹ്മാനെ. 6 മാസത്തെ കാലം വെച്ചിട്ടുണ്ടതിന് മുമ്പേ അത് എത്തിക്കാനുള്ള ഭാഗ്യവും അതിനുള്ള സമ്പത്തും അവരുടെ കൈകളിൽ നൽകണേ തമ്പുരാനെ. റബ്ബേ, ഞങ്ങളെ സ്വീകരിക്കുക അല്ലാഹ്. ഈ സദസ്സ് കബൂലാക്കുക അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.